ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് സ്റ്റോറേജ് ഓർഗനൈസറിൻ്റെ വീഡിയോസാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫോട്ടോ ഫ്രെയിമായിട്ടാണ്. സിമ്പിളായിട്ടും അതുപോലെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിമാണ്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അത് നമുക്ക് ഇതുപോലത്തെ സ്ക്വയറിലുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് വേണം. റെക്റ്റാങ്കിൾ ആയാലും പ്രശ്നമില്ല. എന്നിട്ട് നമ്മൾ ഏത് ഫോട്ടോക്കാണോ ഫ്രെയിം ചെയ്യാൻ പോകുന്നത് ആ ഫോട്ടോ സെൻറ്ററിൽ വെക്കുക. ഒരു 2 ഇഞ്ച് എങ്കിലും ബാലൻസ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഫോട്ടോ സെൻറ്ററിലൊന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആ മെഷർമെൻറ്റിലൊന്ന് കാർഡ്ബോർഡ് പീസ് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. എന്നിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം മാർക്ക് ചെയ്ത ഭാഗം നമുക്കൊന്ന് ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്രെയിമായിട്ട് കിട്ടുന്നതാണ്. ഈ ഫ്രെയിമിന് നമുക്ക് വൈറ്റ് A4 കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കണം. നല്ല നീറ്റായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്താൽ മാക്സിമം നോക്കുക. നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നെപ്പോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നല്ല നീറ്റായിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടണം. ബാക്കിൽ കവർ ചെയ്യണമെന്നില്ല. ഇനി നമുക്ക് ഇതുപോലത്തെ 3 കാർഡ്ബോർഡിൻ്റെ പീസ് വേണം. നമ്മൾ ഫ്രെയിമിലേക്കാളും കുറച്ച് ശകലം ഒരു വീതി കുറഞ്ഞ രീതിയിൽ വേണം എടുക്കാൻ. ഇതിന് നമ്മൾ ഫ്രെയിമിൻ്റെ ബാക്കിലായിട്ട് ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്ന പോലെ ഈ 3 സൈഡിലായിട്ട് മാത്രം വെച്ച് കൊടുക്കുക. ഒരു സൈഡ് നമുക്ക് ബാലൻസ് ആയിട്ട് വിടണം. അപ്പോൾ ഈ ബാലൻസ് ആയി വിട്ട സൈഡിലൂടെയാണ് നമ്മൾ ഫോട്ടോ ഉള്ളിലേക്ക് വെക്കുന്നത്. ഇനി നമ്മുടെ ഫ്രെയിമിൻ്റെ സെയിം സൈസിലുള്ള ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫ്രെയിമിൻ്റെ വർക്ക് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഫ്ലവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫ്ലവർ ഉണ്ടാക്കാം. ഞാനിപ്പോൾ കാണിക്കുന്നത് തന്നെ ഉണ്ടാക്കാനില്ല. ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളതും ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് കാണിക്കുന്നത്. 6 സെൻറ്റിമീറ്റർ നീളവും വീതിയുമുള്ള സ്ക്വയറിലുള്ളൊരു കളർ പേപ്പർ കട്ട് ചെയ്തിട്ട് എടുക്കുക. ആദ്യം ഒരു ട്രയാങ്കിൾ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. അതുപോലെ തന്നെ ആ ട്രയാങ്കിളിൽ വീണ്ടും ചെറിയൊരു ട്രയാങ്കിൾ ആക്കുക. അതിന് വീണ്ടും ഒന്നുകൂടെ ട്രയാങ്കിൾ ആക്കുക. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്തെടുക്കുക. ലാസ്റ്റ് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ അറ്റത്തായിട്ട് സി ടൈപ്പിലൊന്ന് ഒരു കർവ് രൂപത്തിലൊന്ന് വരച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ആ വരച്ചിന് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്ലവർ ഷേപ്പിൽ നമുക്ക് കിട്ടും. അതിനുശേഷം കത്രിക സ്കെയിലോ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ബാക്കിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേതെങ്കിലും ഒരു ഇടലിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു കട്ട് കൊടുക്കുക ഉള്ളിലോട്ട്. എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗം നമുക്ക് ഒന്നിച്ച് ഉള്ളിലോട്ടാക്കിയിട്ടൊന്ന് ഗ്ലൂ തേച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഞാൻ ചെറിയൊരു വൈറ്റ് ബീഡ് എടുത്തിട്ട് സെൻറ്ററിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ സെയിം സൈസിലുള്ള ഒരു ഫ്ലവർ കൂടെ വേണം. അതുപോലെ തന്നെ 4 സെൻറ്റിമീറ്റർ വീതിയും നീളമുള്ള 4 കൂടെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കണം. ടോട്ടൽ 6 ഫ്ലവറാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ച ഫ്രെയിമിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ആദ്യം നമുക്ക് വലിയ ഫ്ലവർ എടുത്തിട്ട് ഫ്രെയിമിൻ്റെ 2 കോർണറിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതായത് 6 സെൻറ്റിമീറ്ററിൻ്റെ ഫ്ലവർ ഉണ്ടാക്കില്ല ആദ്യം നമ്മൾ അതൊന്ന് 2 കോർണറിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ബാക്കി വരുന്ന 2 നമുക്ക് 2 സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് ഹാഫ് ബീഡ്സ് വേണം. ഇനി ഹാഫ് ബീഡ് ഇല്ലെങ്കിൽ നമുക്ക് നോർമൽ വൈറ്റ് ബീഡ് ആയാലും മതി. അത് നമുക്ക് ഫ്ലവർ ഒട്ടിച്ചതിന് ശേഷം ബാലൻസ് വരുന്ന സ്പേസ് ഇല്ലേ അവിടെയായി ഒന്നിടവിട്ടിട്ട് നമുക്ക് കുറച്ച് സ്പേസ് വിട്ടുകൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്ന പോലെ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിം ഇവിടെ കംപ്ലീറ്റ് ആയി. സിമ്പിളായിട്ട് അതുപോലെ തന്നെ കാണാനും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രെയിമിൻ്റെ ഡിസൈനാണ് ഞാൻ ഇന്ന് കാണിച്ചു തന്നത്. വളരെ സിമ്പിളാണ്. ആർക്കും കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളെ കയ്യിൽ
ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഫോട്ടോസിനൊക്കെ നമുക്ക് ഇതുപോലത്തെ ഫ്രെയിമൊക്കെ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി നിങ്ങൾക്ക് ഈ സെയിം കളറിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രെയിമിൻ്റെ കളറോ അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ കളറോ ഒക്കെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സ്പേസ് വിട്ടില്ല ഫോട്ടോ വെക്കാനുള്ള. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഫോട്ടോ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ റിമൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ എന്തായാലും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.